ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൻസിബയെ കുറിച്ച് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അൻസിബ പതുങ്ങിയിരിക്കുന്ന ആളാണ്, അൻസിബയ്ക്ക് ബുദ്ധിയില്ല, അൻസിബ പെട്ടെന്ന് ഔട്ടായി പോവും, അൻസിബയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ പവർ റൂമിലേക്ക് കയറി അൻസിബയുടെ ആ ചില വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അഭിഷേകും അതുപോലെ തന്നെ റസ്മിനും ഒക്കെ. അഭിഷേകിനോടും റസ്മിനോടും നോറയും ഇരിക്കുന്ന സമയത്ത് അൻസിബ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് കൃത്യമായിട്ട് അൻസിബ പറയുന്നുണ്ട്. ഇവിടെ ശ്രീരേഖ എപ്പോഴും അൻസിബയുടെ കൂടെ നടക്കാനാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ എവിടെയുണ്ടോ അവിടെ അൻസു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കിച്ചണിലായാലും പോയി ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സോപ്പിടൽ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പോഴിതാ അൻസിബ പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്യാമറ കാണാൻ വേണ്ടിയാണ്, ക്യാമറ സ്പേസിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് അവർ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അവരുടെ കരച്ചിൽ പോലും ഇവിടെ ഒരു ഡ്രാമയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അൻസിബ പറയുന്നത്. അൻസിബ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് കഴിഞ്ഞ് ശരണ്യയെക്കുറിച്ചും പറയുന്നുണ്ട്. ശരണ്യയെക്കുറിച്ച് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ശരണ്യയെക്കുറിച്ച് പറയുന്നത്, ശരണ്യ കുറെ കൂടെയൊക്കെ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ ഇവിടെ വെറും ഒരു കൊച്ചു കുട്ടികളെ പോലുള്ള ഒരു എമോഷണൽ രീതിയൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ നല്ല രീതിയിൽ കളിക്കേണ്ട ആളാണ് എന്നാണ് അൻസിബ അവരെക്കുറിച്ചും പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ കൃത്യമായിട്ടാണ് അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ നോമിനേഷനിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം പവർ റൂമിൽ കയറി ഒളിച്ചിരുന്നവരാണ് ഇവർ രണ്ടുപേരും. ഇവരെ രണ്ടുപേരെ മുമ്പിലേക്ക്, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ള കൃത്യമായ ഒരു നിലപാടിലാണ് അൻസിബ ഉള്ളത്. എന്തുവായാലും അൻസിബയുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇവിടെ അഭിഷേകും റസ്മിനും നോറയ്ക്കും ഒക്കെ കിളി പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അഭിഷേക് ഗാർഡൻ ഏരിയ പോയി സായിയോട് പറയുന്നുണ്ട്, ഇവിടെ അൻസിബയുടെ ആ ഒരു പറച്ചിൽ, അൻസിബ ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിളി പോകുമെന്ന് പറയുമ്പോൾ അവിടെ സായി പറയുന്നു, നമ്മൾ കുതിരയെ കണ്ടിട്ടില്ല, ആ കുതിരയുടെ ആ ഒരു ഇതുപോലാണ് ഇവിടെ അൻസിബ നിൽക്കുന്നതെന്നാ പറയണേ. കാരണം അവരുടെ ആ ഒരു ഫോക്കസ് ഇവിടെ എന്ത് വെച്ച് മറച്ചെന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു ഫോക്കസ് വളരെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് അൻസിബയെ കുറിച്ച് ഇത് കൃത്യമായിട്ടും ഇവിടെ സായിയും അവിടെ വ്യക്തമാക്കുന്നത്. ഇത് നേരത്തെ ജിൻഡോ പറഞ്ഞിരിക്കുന്നതാണ്. ജിൻഡോ അൻസിബയെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇവിടെ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റിയ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് അൻസിബ എന്നും നല്ലൊരു ഗെയിമറാണ് എന്നും അൻസിബയെ കുറിച്ച് ജിൻഡോ നേരത്തെ പറഞ്ഞതാണ്. ഇവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഗെയിമൊക്കെ പുറത്താണ്, മുമ്പിലല്ല എന്ന് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു. ഇതെല്ലാം ഇപ്പം സത്യമാകുന്ന രീതിയിലാണ് ഇപ്പൊ അൻസിബ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അൻസിബയൊക്കെ പവർ ടീമിൽ ഇനി എത്രമാത്രം മാറ്റങ്ങളും ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും